നാഗ് ചൈതന്യയും സായി പല്ലവിയും പ്രധാന വേഷത്തിലെത്തിയ തണ്ടേൽ ഫെബ്രുവരി 7-നാണ് തിയേറ്ററിലെത്തിയത്. സിനിമ ഒരു യഥാർത്ഥ കഥയ്ക്ക് ജീവൻ നൽകുന്നതാണ്. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം ജില്ലയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഈ ചിത്രത്തിൽ പാകിസ്ഥാൻ കടലിലേക്ക് ഒഴുകിയെത്തി തടവിലാക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ യഥാർത്ഥ ജീവിതാനുഭവമാണ് ചിത്രീകരിച്ചത്. ചന്തു മൊണ്ടേത്തി സംവിധാനം ചെയ്ത തണ്ടേൽ മികച്ച അഭിപ്രായമാണ് നേടുന്നത്. 2021 ഹിറ്റ് ലവ് സ്റ്റോറിയിലെ വിജയകരമായ ചിത്രത്തിന് ശേഷം നാഗ് ചൈതന്യയും സായി പല്ലവിയും ഒന്നിക്കുന്നതിനാൽ ആരാധകർ അതിയായ ആവേശത്തിലായിരുന്നു. ജീവിതത്തെ മാറ്റിമറിക്കുന്ന പേടി സ്വപ്നത്തിൽ കുടുങ്ങിയ ചോടിപ്പിള്ളി മുസലയ്യ എന്ന ഒരു മത്സ്യത്തൊഴിലാളി ഉൾപ്പെടെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ വേദനാജനകമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് തണ്ടേൽ എന്ന ചിത്രം. ചിത്രത്തിൻ്റെ നിർമ്മാതാവ് അല്ലു അരവിന്ദ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഈ കാര്യം പങ്കുവയ്ക്കുന്നുണ്ട്. ഈ യഥാർത്ഥ കഥ നടന്നത് വിശാഖപട്ടണത്തിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ്. 30 ദിവസമായി ആളുകൾ മത്സ്യബന്ധനത്തിനായി ഗുജറാത്തിലേക്ക് പോയി. നിർഭാഗ്യവശാൽ ചില കാലാവസ്ഥാ പ്രശ്നങ്ങൾ കാരണം അവർ അന്താരാഷ്ട്ര അതിർത്തികൾ കടന്ന് പാകിസ്ഥാനിൽ എത്തിപ്പെടുന്നു. പാകിസ്ഥാനിലെ ആളുകൾ തങ്ങളെ പിടികൂടി ജയിലിലേക്ക് കൊണ്ടുപോയെന്ന് പെട്ടെന്ന് അവർക്ക് മനസ്സിലായില്ല. 22 വർഷം അവിടെ ഉണ്ടായിരുന്നു. ആ അവസരത്തിൽ ഗ്രാമത്തിലെ അവരുടെ കുടുംബങ്ങൾ എങ്ങനെ കഷ്ടപ്പെട്ടുവെന്നും അവരെ തിരികെ കൊണ്ടുവരാൻ അവർ എങ്ങനെ പോരാട്ടം ചെയ്തുവെന്നുമാണ് സിനിമയുടെ കഥ. 2000 നവംബറിൽ വെറും 21 വയസ്സുള്ള ചോടിപ്പിള്ളി മുസലയ്യ ഉൾപ്പെടെ 31 മത്സ്യത്തൊഴിലാളികൾ മെച്ചപ്പെട്ട ഉപജീവനമാർഗം തേടി ഗുജറാത്ത് ആഴക്കടലിൽ മത്സ്യബന്ധന യാത്ര ആരംഭിച്ചത്. ഒരു രാത്രി വൈകി മുസലയ്യയും സഹതൊഴിലാളികളും കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ ബോട്ടുകൾ അതിർത്തി കടന്ന് പാകിസ്ഥാൻ പ്രദേശത്തിലേക്ക് എത്തുകയായിരുന്നു. പിന്നീടുണ്ടായത് വർഷങ്ങളോളം അവരെ വേട്ടയാടുന്ന ഒരു പേടി സ്വപ്നമായിരുന്നു. പുലർച്ചെ 3 മണിയോടെ വെടിയൊച്ച കേട്ട് അവർ ഉണരുകയും പാകിസ്ഥാൻ കോസ്റ്റ് ഗാർഡുകൾ അതിവേഗം അവരെ വളയുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളികളെ കാത്തിരുന്നത് ചങ്ങലയിട്ട് തടവിലാക്കപ്പെട്ട ദുരിതപൂർണമായ ജീവിതമായിരുന്നു. മത്സ്യബന്ധനത്തിനായി 6 ബോട്ടുകളിലായാണ് അവർ ആഴക്കടലിൽ പോയത്. പുലർച്ചെ 3 മണിയോടെ 25 മത്സ്യത്തൊഴിലാളികളെ കസ്റ്റഡിയിലെടുക്കുകയും ബോട്ടുകളുടെ ഡ്രൈവർമാരോട് അവരെ പിന്തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ അവസരത്തിൽ ബോട്ട് ഡ്രൈവർമാർക്ക് പാകിസ്ഥാൻ കോസ്റ്റ് ഗാർഡിൽ നിന്നും രക്ഷ നേടാനായി. 24 മണിക്കൂർ അവർ പുറം കടലിൽ ക്രൂരമായ മർദ്ദനത്തിന് വിധേയരായി. ബന്ദികളാക്കിയവരെ തല്ലുകയും ഭക്ഷണവും വെള്ളവും നിഷേധിക്കുകയും കുറ്റവാളികളായി കണക്കാക്കുകയും ചെയ്തു. അവർ പാകിസ്ഥാനിലെത്തിയതോടെ സ്ഥിതിഗതികൾ വഷളായി. അവരെ കറാച്ചി ജയിലിലേക്ക് മാറ്റിയതോടെ സങ്കല്പിക്കാനാവാത്ത കഷ്ടപ്പാടുകളാണ് നേരിട്ടത്. 300-ലധികം തടവുകാരെ ഒരു ചെറിയ മുറിയിൽ തിക്കിത്തിരക്കി. വൃത്തിയുള്ള വസ്ത്രങ്ങളും ടോയ്ലറ്റും പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അവർക്കില്ലായിരുന്നു. വർഷം മുഴുവനും ഒരു ജോഡി വസ്ത്രം മാത്രം ധരിക്കേണ്ടി വന്ന അവസ്ഥയും ടൂത്ത് ബ്രഷ് പോലും നൽകിയില്ല എന്നും കറാച്ചി ജയിലിൽ 1 വർഷം താൻ അനുഭവിച്ച യാതന നരകമായിരുന്നു എന്നും മുസലയ്യ രക്ഷപ്പെട്ടു വന്നതിന് ശേഷം ഒരു അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട്. ചില പാകിസ്ഥാൻ തടവുകാരെ ജയിലിൽ നിന്നും മോചിപ്പിച്ചതിന് ശേഷമാണ് അവർക്ക് തങ്ങളുടെ വസ്ത്രങ്ങൾ ഉപയോഗിക്കാനായതെന്ന് മുസലയ്യ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. 2002 ഫെബ്രുവരിയിൽ മുസലയ്യയും കൂട്ടാളികളെയും കറാച്ചി ജയിലിൽ നിന്നും മോചിതരായി. മറ്റ് ഉപജീവന മാർഗങ്ങളൊന്നുമില്ലാത്ത മുസലയ്യ ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഇന്നും കടലിലേക്ക് ഉപജീവനമാർഗം തേടി പോവുകയാണ്.